വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ഓപ്ഷൻ എ ബ്രഹ്മാനന്ദ ശിവയോഗി, ബി ചട്ടമ്പി സ്വാമികൾ, സി വൈകുണ്ഠ സ്വാമികൾ, ഡി നാരായണ ഗുരു. ഉത്തരം ബി ആണ്, ചട്ടമ്പി സ്വാമികൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഓപ്ഷൻ ലോക്പാൽ, ഇലക്ഷൻ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ, ഓംബുഡ്സ്മാൻ. ഇതിൽ സി ആണ് ഉത്തരം, പ്ലാനിംഗ് കമ്മീഷൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ബേഗം ഹസ്രത്ത് മഹൽ, താന്ത്യ തോപ്പി, നാനാ സാഹിബ്, മൗലവി അഹമ്മദുള്ള. ഉത്തരം വരുന്നത് ബേഗം ഹസ്രത്ത് മഹലാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? ഓപ്ഷൻ എ ദണ്ഡി മാർച്ച്, ചൗരി ചൗര അക്രമം, ബംഗാൾ വിഭജനം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. നാലാമത്തെ ഉത്തരം ഡി ആണ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം. ഓപ്ഷൻ എ ഉപ്പ് സത്യാഗ്രഹം, ഓപ്ഷൻ ബി പ്ലേഗ് ബോണസ്, ഓപ്ഷൻ സി ചമ്പാരൻ സമരം, ഡി പരുത്തി കൃഷിയുടെ തകർച്ച. അഞ്ചിൻ്റെ ഉത്തരം പ്ലേഗ് ബോണസ് ആണ്. ആറാമത്തെ ചോദ്യപരിഗണന ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം. ഓപ്ഷൻ എ ജാതിനാശിനി സഭ, ജാതി വിരുദ്ധ സഭ, വിദ്യാപോഷിണി, യുവവിദ്യാ സംഘം. ഏഴിൻ്റെ ഉത്തരം സി ആണ്, വിദ്യാപോഷിണി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം. ഓപ്ഷൻ എ 140, ഓപ്ഷൻ ബി 141, ഓപ്ഷൻ സി 120, ഓപ്ഷൻ ഡി 121. ഓപ്ഷൻ എ ആണ് 140. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യസമര കാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ ബി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, ഓപ്ഷൻ സി കേസരി ബാലകൃഷ്ണപിള്ള, ഓപ്ഷൻ ഡി CP ഗോവിന്ദപിള്ള. ഒമ്പതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, CP ഗോവിന്ദപിള്ള. പത്താമത്തെ ക്വസ്റ്റ്യൻ. മാറുമറയ്ക്കൽ എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം. മാറുമറയ്ക്കൽ എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം. ഓപ്ഷൻ എ അഞ്ചുതെങ്ങ് പ്രക്ഷോഭം, ഓപ്ഷൻ ബി ചാന്നാർ ലഹള, ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം, ഓപ്ഷൻ ഡി മാപ്പിള ലഹള. ഓപ്ഷൻ ബി ആണ് ചാന്നാർ ലഹള. 11ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? ഓപ്ഷൻ എ കുറുമ്പ്രനാട് രാജ, ഓപ്ഷൻ ബി വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ഓപ്ഷൻ സി തലക്കൽ ചന്തു, ഓപ്ഷൻ ഡി തച്ചോളി ഒതേനൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, തലക്കൽ ചന്തു. 12ാമത്തെ ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്രയാണെന്നാണ്? ഓപ്ഷൻ എ 250 രൂപ, ഓപ്ഷൻ ബി 150 രൂപ, ഓപ്ഷൻ സി 300 രൂപ, ഓപ്ഷൻ ഡി 350 രൂപ. 12ൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്,
250 രൂപയാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഓപ്ഷൻ എ നിലവിലുള്ള രാജ്യസഭാ അംഗങ്ങൾ, ബി ലോകസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ഓപ്ഷൻ സി സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ഓപ്ഷൻ ഡി സംസ്ഥാന നിയമസഭകളിലെയും ലോകസഭയിലെയും അംഗങ്ങൾ. ഉത്തരം വരുന്നത് സി ആണ്. സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റതിനെതിരെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി. സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിലുണ്ടായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി. അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് ലാലാ ലജ്പത് റായ്, അരവിന്ദ് ഘോഷ്, രാജ്ഗുരു, ഖുദിറാം ബോസ്. 14ൽ ഉത്തരം വരുന്നത് ലാലാ ലജ്പത് റായ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 15 ആണ്. താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെൻ്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കഴിയുക? ഓപ്ഷൻ എ മുഖ്യമന്ത്രി, ഓപ്ഷൻ ബി പ്രധാനമന്ത്രി, ഓപ്ഷൻ സി ഗവർണർ, ഓപ്ഷൻ ഡി രാഷ്ട്രപതി. അതായത് താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെൻ്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കഴിയുക? ഓപ്ഷൻ ഡി ആണ്, രാഷ്ട്രപതിയെയാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം. ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം. ഓപ്ഷൻ എ ലാഹോർ, ഓപ്ഷൻ ബി അമൃത്സർ, ഓപ്ഷൻ സി ഗുരുദാസ്പൂർ, ഓപ്ഷൻ ഡി റാവൽപിണ്ടി. ഓപ്ഷൻ എ ആണ് വരുന്നത് ലാഹോർ. അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എത്രാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ എ 84, ഓപ്ഷൻ ബി 86, ഓപ്ഷൻ സി 79, ഓപ്ഷൻ ഡി 73 ആണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത് 86 ആണ്. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എത്രാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86ാമത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, താഷ്കെൻഡ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി? ഓപ്ഷൻ എ ഇന്ത്യ ചൈന യുദ്ധം പരിഹരിക്കുന്നതിന്, ഓപ്ഷൻ ബി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന്, ഓപ്ഷൻ സി ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം പരിഹരിക്കുന്നതിന്, ഓപ്ഷൻ ഡി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന്. 18ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന്. 19ാമത്തെ ക്വസ്റ്റ്യൻ, 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തെ, ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിങ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി. രണ്ടാമത്തെ, സ്വകാര്യവൽക്കരണ നയം ഗവൺമെൻറ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ്. മൂന്നാമത്തത്, ആഗോളവൽക്കരണ നയം താരിഫ് ഉയർത്തുന്നതിനും ക്വാട്ട കുറയ്ക്കുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ആണ് ശരി. 20ാമത്തെ ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? ഓപ്ഷൻ എ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC, ഓപ്ഷൻ ബി സാങ്കേതിക വിദ്യാഭ്യാസത്തിനുള്ള അഖിലേന്ത്യാ കൗൺസിൽ, ഓപ്ഷൻ സി വിദ്യാഭ്യാസ ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള സമിതി, ഓപ്ഷൻ ഡി മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ. കൂട്ടത്തിൽ ചേരാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. 20ാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക്. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക്. ഓപ്ഷൻ എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി സഹകരണ ബാങ്കുകൾ, ഓപ്ഷൻ സി RBI, ഓപ്ഷൻ ഡി ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് നബാർഡ്. ഓപ്ഷൻ ഡി ആണ് ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് നബാർഡ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു?
ഓപ്ഷൻ എ എസ് രാധാകൃഷ്ണൻ, ഓപ്ഷൻ ബി വി ഗിരി, ഓപ്ഷൻ സി ഫഖ്റുദ്ദീൻ അലി അഹമ്മദ്, ഓപ്ഷൻ ഡി രാജേന്ദ്ര പ്രസാദ്. ഓപ്ഷൻ സി ആണ് ഫഖ്റുദ്ദീൻ. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? ഓപ്ഷൻ എ സൗദി അറേബ്യ, ഓപ്ഷൻ ബി അമേരിക്ക, ഓപ്ഷൻ സി സൗത്ത് ആഫ്രിക്ക, ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട്. 24ന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് അമേരിക്ക. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഇന്ത്യയുടെ ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഓപ്ഷൻ എ ഡൽഹി, ഡെറാഡൂൺ, മുംബൈ, ജയ്പൂർ. ഓപ്ഷൻ ബി ആണ് ഡെറാഡൂൺ ആണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ, പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ. ഓപ്ഷൻ എ മിതശീതോഷ്ണ വിശാലപത്ര വനങ്ങൾ, പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങൾ, ഉഷ്ണമേഖല അർദ്ധനിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഓപ്ഷൻ ബി ആണ് പർവ്വതമിത ശീതോഷ്ണ ചോല വനങ്ങൾ. 27ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം. ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം. ഓപ്ഷൻ എ മതികെട്ടാൻ ചോല, ഓപ്ഷൻ ബി പാമ്പാടും ചോല, ഓപ്ഷൻ സി ആനമുടിച്ചോല, ഓപ്ഷൻ ഡി കുരിഞ്ഞിമല. 27ന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കുരിഞ്ഞിമല. 28ാമത്തെ ക്വസ്റ്റ്യൻ, ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം. ഓപ്ഷൻ എ ചിങ്ങം 1, ഓപ്ഷൻ ബി മേടം 1, ഓപ്ഷൻ സി കുംഭം 1, ഓപ്ഷൻ ഡി മീനം 1. ഓപ്ഷൻ ബി ആണ് മേടം 1. 29ാമത്തെ ക്വസ്റ്റ്യൻ, നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. ഓപ്ഷൻ എ ലാറ്ററൈറ്റ് മണ്ണ്, ഓപ്ഷൻ ബി എക്കൽ മണ്ണ്, ഓപ്ഷൻ സി ചുവന്ന മണ്ണ്, ഓപ്ഷൻ ഡി വനമണ്ണ്. ഓപ്ഷൻ എ ആണ് ലാറ്ററൈറ്റ് മണ്ണാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം. ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി കൽക്കട്ട, ഓപ്ഷൻ സി മുംബൈ, ഓപ്ഷൻ ഡി ജയ്പൂർ. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാണ്? ഓപ്ഷൻ സി ആണ് മുംബൈ ആണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത്. ഓപ്ഷൻ എ പമ്പ, ഓപ്ഷൻ ബി കല്ലടയാർ, ഓപ്ഷൻ സി ചാലിയാർ, ഓപ്ഷൻ ഡി പെരിയാർ. 31ന്റെ ഉത്തരം ബി ആണ് കല്ലടയാർ. 32ാമത്തെ ക്വസ്റ്റ്യൻ, മലനാട് ഇല്ലാത്ത ജില്ല. ഓപ്ഷൻ എ പത്തനംതിട്ട, ഓപ്ഷൻ ബി കൊല്ലം, ഓപ്ഷൻ സി ആലപ്പുഴ, ഓപ്ഷൻ ഡി മലപ്പുറം. 32ന്റെ ആൻസർ ആലപ്പുഴയാണ്, ഓപ്ഷൻ സി. 33 പമ്പാ നദിയുടെ വൃഷ്ടിപ്രദേശം. ഓപ്ഷൻ എ 2235 ചതുരശ്ര കിലോമീറ്റർ, ഓപ്ഷൻ ബി 2322, ഓപ്ഷൻ സി 2135, ഓപ്ഷൻ ഡി 2035. 33ന്റെ ആൻസർ എ ആണ് 2235 ചതുരശ്ര കിലോമീറ്റർ. 34ാമത്തെ ക്വസ്റ്റ്യൻ, പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത. NH 966, ഓപ്ഷൻ ബി NH 744, ഓപ്ഷൻ സി NH 153, ഓപ്ഷൻ ഡി NH 544. 34ന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് NH 544. 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം. ഓപ്ഷൻ എ നേപ്പാൾ, ഓപ്ഷൻ ബി ഭൂട്ടാൻ, ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ, ഓപ്ഷൻ ഡി പാകിസ്ഥാൻ. 35ന്റെ ഉത്തരം വരുന്നത് സി ആണ് അഫ്ഗാനിസ്ഥാൻ. 36ാമത്തെ ക്വസ്റ്റ്യൻ, ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ.
ഓപ്ഷൻ എ മാംഗോ ഷവർ, ഓപ്ഷൻ ബി കാൽവൈശാഖി, ഓപ്ഷൻ സി ചാസിങ്, ഓപ്ഷൻ ഡി ഇവയൊന്നും അല്ല. 36ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കാൽവൈശാഖിയാണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം. ഓപ്ഷൻ എ വെള്ളായണി കായൽ, ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായൽ, ഓപ്ഷൻ സി പൂക്കോട്ട് തടാകം, ഓപ്ഷൻ ഡി ഇവയൊന്നും അല്ല. 37ൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, പൂക്കോട്ട് തടാകമാണ്. 38, മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം. ഓപ്ഷൻ എ ജസ്പ, ഓപ്ഷൻ ബി ജംബോ, ഓപ്ഷൻ സി ജൂഡ്, ഓപ്ഷൻ ഡി ജാക്കി. 38ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, ജസ്പ. 39, കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി. ഓപ്ഷൻ എ മേഴ്സിക്കുട്ടിയമ്മ, ഓപ്ഷൻ ബി പി രാജീവ്, ഓപ്ഷൻ സി ആൻ്റണി രാജു, ഓപ്ഷൻ ഡി സജി ചെറിയാൻ. ഓപ്ഷൻ ഡി ആണ്, സജി ചെറിയാൻ. 40ാമത്തെ ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത്. ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. 40ാമത്തെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗോദാവരി.